എങ്ങോട്ടാന്നല്ലേ? പൊന്നാനി കർമ്മയിൽ ഫെസ്റ്റ് വന്നിട്ടുണ്ട്. സോ ഞങ്ങൾ ഇന്ന് അതൊന്ന് പോയി കണ്ട് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചേ. അങ്ങനെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു ടിക്കറ്റിന് 100 രൂപ നിരക്കിൽ കണ്ടേട്ടൻ കാശ് വാരി വിതറി എറിഞ്ഞു. ആളൊരു റിച്ച് പേഴ്സൺ ആണേ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അങ്ങനെ പരിപാടി നടക്കുന്നതിന്റെ അകത്ത് കയറി. അപ്പൊ ഈ ഇരിക്കുന്ന രണ്ടുപേർക്ക് ഒരു ഫോട്ടോ എടുക്കണം. അതും ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഈ ഊഞ്ഞാലിൽ തന്നെ ഇരുന്നിട്ട്. അവിടെ ഒരുപാട് പേര് ഓൾറെഡി ഫോട്ടോഷൂട്ടിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്തിട്ടായാലും നമ്മൾ അതങ്ങ് സാധിച്ചു. ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ ന്യൂലി മാരീഡ് കപ്പിൾസിന്റെ കുറച്ച് സെൽഫി സെക്ഷനും കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ നടക്കാൻ തുടങ്ങി കേട്ടോ. ഇതാണേ നടന്നിട്ട് തീരുന്നില്ല. എനിക്കാണെ എങ്ങനെയും പെട്ടെന്ന് റൈഡ് സെക്ഷനിലോട്ട് എത്തണം. അപ്പൊ നമ്മളൊരു എക്സിറ്റ് കണ്ടു. എക്സിറ്റ് അടിച്ചപ്പോ വീണ്ടും ഇവിടെ തന്നെ. ഇതന്നെയല്ല അവിടെയും. സംഭവം എന്താന്ന് വെച്ചാൽ അവിടെ ഫ്ലവേഴ്സും ഇവിടെ കുറെ പാറ്റിയും പഴുതാരിയാണ്. അപ്പൊ നമ്മൾ വീണ്ടും എക്സിറ്റ് അടിച്ചു. വീണ്ടും അവിടെ തന്നെ പെട്ടപ്പോൾ പിന്നെ ഞങ്ങൾ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഗൈസ്. ഇങ്ങനെ നീണ്ട കാത്തിരിപ്പുകൾക്കൊടിയിൽ ഞങ്ങളിത് ഞങ്ങളുടെ റേറ്റ് സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. അതിന്റെ സന്തോഷത്തിനും ചൂട് കുറയ്ക്കാനും വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു ഐസ്ക്രീം വീതം കണ്ടേട്ടൻ അങ്ങ് സ്പോൺസർ ചെയ്ത്. എല്ലാവർക്കും ഓൾറെഡി അറിയാലോ, ഹിസ് എ റിച്ച് പേഴ്സൺ. റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ എത്രയില്ല. അങ്ങനെ മനസ്സും ശരീരവും തണുത്തപ്പോൾ ഞങ്ങൾ റൈഡിന് കയറാനായിട്ട് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഈ റൈഡിൽ ഇതുവരെ കയറിയിട്ടുള്ള എല്ലാ പൂർവികരെയും ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങി. ഇതൊക്കെ എന്ത്? A few moments later. അങ്ങനെ എല്ലാം ശുഭമായി അവസാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ നേരം കാലം നോക്കാതെ കർമ്മ ഫെസ്റ്റ് അങ്ങ് പടിയിറങ്ങി. പിന്നെ ഈ റൈഡിലൊക്കെ കയറി ട്രാജഡി അടിച്ചിരിക്കുന്ന പിള്ളേരൊന്നും ഓണാക്കി എടുക്കാൻ വേണ്ടി നല്ല ഉപ്പിലും കിടിലും സുർക്കയിലും ഇട്ടെടുത്ത് പൈനാപ്പിൾ അങ്ങ് വാങ്ങി. പൈനാപ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഡെലീഷ്യസ്. പിന്നെ കർമ്മ ഫെസ്റ്റ് ആണെങ്കിലോ അടിപൊളി.